ഗൈസ്, എന്റെ ഈ അടുക്കള വൃത്തിയാക്കൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നെന്തോ ഞമ്മുണ്ടെന്ന്. കവിയൂർ പൊന്നമ്മ പൊട്ടൊക്കെ ഇട്ട് പൊന്ന റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ റെഡിയാണോ? അപ്പൊ വീണ്ടും നോമ്പ് തുറക്കാൻ ഒരു മലബാർ പലഹാരം. സ്വല്പം മൈദയിൽ ഉപ്പിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെള്ളം ഒഴിച്ച് ദോശമാവ് പരുവത്തിൽ കലക്കിയെടുക്കാം. ഈ ഫില്ലിങ്സ് ഉള്ള പലഹാരത്തിന് ഒരു ഗുമ്മുള്ളൂ. അപ്പൊ ഫില്ലിങ്സ് ഉണ്ടാക്കാം. വലിയ പണിയൊന്നുമില്ല. പാൻ ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, സവാള പച്ചമുളക് ഇടുക. കിണ്ടലിനൊപ്പം ചതച്ച വെളുത്തുള്ളി ഇഞ്ചി ഇടണം. കിണ്ടി കഴിഞ്ഞ് വേവിച്ച് പിച്ചി പറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. അപ്പൊ തന്നെ അതൊരു ചിക്കൻ വിഴുക്കുവരട്ടാവും. ഇനി ഇപ്പൊ പൊടിയിടൽ ചടങ്ങായി. മഞ്ഞാമുളക്, മസാല, കുരുമുളക്, ലേശം മല്ലിയില കൂടി വിതറിയാൽ കിണ്ടൽ അവസാനിപ്പിക്കാം. ശൃംഗാരികളുടെ ശൃംഗാരം കണ്ട് ഫില്ലിങ്സ് റെഡിയായി. എന്നാ പിന്നെ പലഹാരത്തിന്റെ കുപ്പായം സെറ്റാക്കാം. അതിപ്പോ എങ്ങനെയെന്ന് വെച്ച കലക്കി വെച്ചിരിക്കുന്ന മാവ് ദോശ പോലെ ചുട്ടെടുക്കണം. ദോശയ്ക്കകത്ത് ഫില്ലിങ്സ് വെച്ച് മടക്കി എടുക്കുമ്പോൾ സംഗതി റെഡിയായോ? ഇല്ല, ഇനിയുണ്ട് പണി. ഇനിയുള്ള പരിപാടിക്ക് അവൻ വേണം. ഏവനെന്നായിരിക്കും. രവൻ തന്നെ, മൈക്രോവേവ് ഓവൻ. ആ പറഞ്ഞവൻ ഇല്ലാത്തവൻ എന്ത് ചെയ്യും ചേച്ചി എന്നായിരിക്കും. പിന്നെ എന്തിനാ മുത്തേ ഞാൻ മടക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി എണ്ണയിൽ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മലബാർ മസാല പെട്ടി റെഡി ആയിട്ടുണ്ട്. അവസാനത്തെ ചുട്ടെടുക്കൽ പരിപാടിയിൽ പെട്ടി ലഗേജ് പുറത്തു പോകാതെ ശ്രദ്ധിക്കുക. അപ്പൊ സംഭവം സുമാറായിരുന്നു ഗൈസ്. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.